നമസ്കാരം. മലയാള സിനിമയിൽ നായികയായും പ്രാധാന്യമുള്ള ക്യാരക്ടർ വേഷങ്ങൾ ചെയ്തും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ പ്രിയങ്കരിയായി മാറിക്കൊണ്ടിരിക്കുന്ന മേഘ തോമസാണ് നമ്മോടൊപ്പമുള്ളത്. മലബാറിലെ പയ്യന്നൂരാണ് സ്വദേശമെങ്കിലും വളർന്നതും ജീവിച്ചതുമൊക്കെ അങ്ങ് ഡൽഹിയിൽ. പക്ഷേ മേഘ തോമസിന് പ്രിയങ്കരം മലയാള സിനിമയോടാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. മലയാള സിനിമ നിങ്ങളെ സ്വീകരിച്ചോ? മലയാള സിനിമ എന്നെ സ്വീകരിച്ചെന്നാണോ? ആ ശ്രമത്തിൽ തന്നെയാണ് ഞാനും. ഇനിയും കൂടെ ആണല്ലേ? വീണ്ടും ശ്രമിക്കാന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു ആക്ടർ ആകുമ്പോൾ നമുക്കൊരു തേഴ്സ്റ്റ്, ഒരു അതുണ്ടല്ലോ, ഇനിയും കിട്ടട്ടെ തീരില്ലല്ലോ. മലയാളികളുടെ ഒരു ആഗ്രഹമാണ്, ഇനിയും വേണം. അതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതുവരെ കിട്ടിയതിൽ ഒക്കെ സന്തോഷമുള്ളത് ഏതൊക്കെയാണ്? അത് രേഖാചിത്രത്തിലൊക്കെ, അതുപോലെ ഭീമന്റെ വഴി, അങ്ങനെ വളരെ വിജയിച്ച സിനിമകളിൽ മനോഹരമായ വേഷങ്ങളാണല്ലോ കിട്ടിയിരിക്കുന്നത്. അതെ, ദൈവം അനുഗ്രഹിച്ച ആക്ച്വലി നല്ല നല്ല പ്രോജക്ട്സിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു. ആൻഡ് കുഴപ്പമില്ലാണ്ട് ചെയ്യുകയും ചെയ്തു. അല്ല, എങ്ങനെ സിനിമയിലേക്കുള്ള ഒരു വഴി? ഞാൻ ഡൽഹിയിലായിരുന്നു ജനിച്ചു വളർന്നതെല്ലാം. അപ്പോൾ ഡൽഹിയിൽ 12th എക്സാംസ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചോയ്സസ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് 2-3 ചോയ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം തിയേറ്ററിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈക്ക് ഓക്കെ ഫൈൻ, നമ്മുടെ റിസൾട്ട്സ് വരുന്ന മുമ്പ് എൻ്റെ എൻട്രൻസസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോഴത്തേക്കും. അപ്പോൾ തിയേറ്റർ ജോയിൻ ചെയ്യാൻ പോകാൻ സമയത്ത് അവിടുത്തെ കോഴ്സ് ഐദർ 3 months ഇല്ലെങ്കിൽ 1 year ആയിരുന്നു. അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ഒരു ആർട്ട് പഠിക്കാൻ പോകില്ലേ, 3 മാസം ആക്കട്ടെ, കുഴപ്പമില്ല, ലൈക്ക് നമുക്കൊരു 1 year സ്കിപ്പ് ആക്കാം, നമുക്കൊരു ഇല്ലെങ്കിൽ ട്രൈ ഒരു 1 year എങ്കിലും ഒരു ആർട്ടിന് കൊടുക്കണം എങ്ങനെ ആയാലും. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ചെയ്യാം. അങ്ങനെ ആർട്ട് തിയേറ്റർ ചെയ്യാൻ തുടങ്ങി. തിയേറ്ററിൽ ഞാൻ ഒരു നല്ലൊരു അടിപൊളി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എവിടെയോ ഒരു ആക്ടർ ഉണ്ടായിരുന്നു. ലൈക്ക് ബിഫോർ ദാറ്റ് ഈ തിയേറ്റർ എന്നൊരു സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് വരെ ഞാനൊരു നായികയാവുമോ അല്ലെങ്കിൽ മീഡിയ എന്നൊരു ഫീൽഡിൽ വരുമോ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നു എൻ്റെ ഉള്ളിലൊരു ആക്ടറിലേക്ക് എനിക്കിത് ആക്ച്വലി ശ്രമിക്കാൻ പറ്റിയില്ലേക്ക്. നല്ല ഒരു കഥാപാത്രം ചെയ്യുന്നത്, നമ്മളൊരു കഥാപാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ഡെലിവർ ചെയ്യുന്നതും ഓഡിയൻസ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അതൊരു വേറൊരു പ്രോസസ്സാണ് ഒരു ആക്ടറിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആ രുചി കിട്ടിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അതായിരുന്നു എൻ്റെ. അല്ല, മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളെല്ലാം സ്റ്റേജിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം എന്ത് പ്ലേ ആയിരുന്നു ചെയ്തത്? 3 Penny Opera പറഞ്ഞൊരു പ്ലേ ആയിരുന്നു. ഡയറക്ടഡ് എൻ്റെ തിയേറ്റർ ടീച്ചറുടെ പേര് സതീഷ് ആനന്ദ് എന്നായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞാൻ ഡെലിവർ ചെയ്തത്. അത് 3 hour മ്യൂസിക്കൽ പ്ലേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഐ ഗസ് 8 months നമ്മുടെ റിഹേഴ്സൽസും അത് കഴിഞ്ഞിട്ട് വി ഡിഡ് സ്റ്റേജ് ഷോസ്. രാജ് ബബ്ബർ സാറുടെ വൈഫ് ആതിരാജ, അവരുടെ ഒരു സ്റ്റേജ് പ്ലേയിലും ലൈക്ക് ഐ കുഡ് വർക്ക് അണ്ടർ ഹർ. അത് വളരെ ഫേമസ് ആയിട്ടുള്ള. അതെ. അപ്പോൾ അവിടെ അതും കൂടി ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതും തിയേറ്ററിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ സിനിമയിൽ നമ്മളൊരു കഥാപാത്രം ചെയ്യുന്നു, സിനിമ റിലീസാവുന്നു, കഥ തീരുന്നു. തിയേറ്ററിൽ അങ്ങനെയല്ലല്ലോ, നമ്മളൊരു കഥാപാത്രം വേറെ കുറേ വേദിയിൽ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ ഓരോരോ വേദിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാരക്ടർ നമുക്ക് നമ്മുടെ ക്യാരക്ടറിനോട് ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ലൈക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആ രുചി ഉണ്ടല്ലോ. ഈ ട്രാൻസാക്ഷൻ ഞാൻ എന്ന മേഘ ഞാൻ ചെയ്യുന്ന കഥാപാത്രമായിട്ട് എനിക്കൊരു ഇഷ്ടമുണ്ടോ ആ ട്രാൻസാക്ഷൻ, അതെ അത് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ജീവിതം ഇച്ചിരി കൂടി ഇഷ്ടമാവാൻ തുടങ്ങി. ലൈക്ക് ലൈഫ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ആക്ടറിൻ്റെ ലൈഫ് ബിക്കംസ് വെരി ബ്യൂട്ടിഫുൾ വെൻ ദേ അണ്ടർസ്റ്റാൻഡ് ദിയർ ക്യാരക്ടർ. അപ്പോൾ ആ ട്രാൻസാക്ഷൻ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായി. പിന്നെ ഏതെങ്കിലും അങ്ങനത്തെ സ്റ്റേജിലെ സ്റ്റേജ് പ്ലേ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ലൈക്ക് 8 months ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെങ്ങനെ പെർഫോമിംഗ് ഡാൻസും ഒക്കെ ഉണ്ടോ? അതോ മ്യൂസിക് പ്ലേ? അപ്പോൾ എങ്ങനെയാണ് അത്? ബോഡി ലാംഗ്വേജ് ഒക്കെ വേറെ അല്ലേ? അതെ. എത്ര നേരം നീണ്ടു നിൽക്കുന്ന പ്ലേ ആയിരുന്നു അത്? 3 hours. അതെ, അത് തന്നെ 3 hours. അത് തന്നെ. അത് പെർഫോം ചെയ്യുന്നത് സ്റ്റേജിലാണോ അതോ മറ്റേ സ്ട്രീറ്റ് പ്ലേസ് അങ്ങനെയൊക്കെയുള്ള? സ്റ്റേജ് പ്ലേ തന്നെ. അതെങ്ങനെ എത്രത്തോളം സ്റ്റേജുകളിൽ ചെയ്തിട്ടുണ്ട്? സ്ഥിരമായിട്ടുള്ളതാണോ? അല്ലല്ല, അത് ആ സീസണിലെ 4 സ്റ്റേജസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സിനിമയിലേക്ക് ഒരു തുടക്കം വരണമല്ലോ. അപ്പോൾ അത് ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന ഒരു തുടക്കമാണല്ലോ, ഇതൊരു കണ്ടെത്തലും കൂടെ ആവുമല്ലോ. അങ്ങനെ കണ്ടെത്തിയത് ആരാണ്? കണ്ടെത്തിയത് ആരുമല്ല, ഞാൻ ഇവിടെ ന്യൂ ഫിലിം സ്കൂൾ പറഞ്ഞൊരു ഫിലിം സ്കൂൾ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അവിടെയായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത് സ്ക്രീൻ ആക്ടിങ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നെ ഓഡിഷൻസ് കൊടുത്ത് അങ്ങനെയായിരുന്നു ഞാൻ വന്നത്.
അപ്പോൾ അത് ഈ ഫസ്റ്റ് സിനിമയിലെ എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് ഓഡിയേഷൻ? എൻ്റെ ഫസ്റ്റ് സിനിമ ആക്ച്വലി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു. ലേലോ ലേലോ പറഞ്ഞ സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആരെ സംവിധാനം? ജോഷി ജോഷി സാറ്. അതെ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പാസിംഗ് ഷോട്ട്സ് അങ്ങനെ ചെയ്ത് ആയിരുന്നു തുടങ്ങിയത്. അതിനകത്ത് വിഷമമൊന്നുമില്ല അല്ലേ? വളരെ സന്തോഷം. ഒബ്വിയസ്ലി ആ എന്താ പറയാ, ഒരു ലേലോ ലേലോ വാസ് 10 years ബാക്ക് ആയി. അപ്പൊ ആ സമയത്ത് ലാലേട്ടൻ്റെ ഒക്കെ ബാക്കിൽ നിൽക്കാന്ന് വെച്ചാൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സംഭവമല്ലേ. ഞാൻ ഡൽഹി കടന്ന് എനിക്ക് ലാലേട്ടൻ്റെ കൂടെ ഫ്രെയിമിൽ നിൽക്കാൻ പറ്റാന്ന് വെച്ചാൽ അത് തന്നെ ഒരു വലിയ സംഭവമല്ലേ. അപ്പൊ അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഓഫ്. പിന്നെ പതുക്കെ ഓരോരോ സിനിമ വന്ന് ലൈക്ക് സെക്കൻഡ്സ് ഓഫ് ദർ ബീങ് ഇൻ ദ സിനിമ. പിന്നെ അത് സെക്കൻഡ്സ് മിനിറ്റിലേക്ക് ആവുന്നു, മിനിറ്റിലേക്ക് ഒരു ഡയലോഗിലേക്കാവുന്നു, ഒരു ഡയലോഗിൽ ഒരു സീനിലേക്ക് ആവുന്നു, ഒരു സീനിൽ കഴിഞ്ഞ ഒരു സിനിമയിലേക്ക് ആവുന്നു. അങ്ങനെ ഓരോരോ ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ആക്ഷൻ ബിജു കഴിഞ്ഞിട്ട് ഞാൻ ആഹ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ഇന്ദ്രജിത്ത് തമിഴ്ചക്കാലേക്ക് ഞങ്ങളൊക്കെ ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു. ആഹയിലായിരുന്നു ഞാൻ ചെയ്തത്. പിന്നെ ശ്യാമപ്രസാദ് സാറുടെ സിനിമയായിരുന്നു വന്നു ഒരു ഞായറാഴ്ച. പിന്നെ ഹൃദയം. ഇതിൽ ഇപ്പോൾ വലിയ റോൾ ഇപ്പോൾ അതായത് കുഞ്ചാക്കോ ബോബനോടൊപ്പം ഭീമന്റെ വഴി അല്ലേ? അതിൽ വളരെ പ്രാധാന്യമുള്ള റോളായിരുന്നല്ലോ. എന്തായിരുന്നു ആ കഥാപാത്രം? കിന്നിരി ആയിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര്. ഒരു കന്നഡിക റെയിൽവേ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ കഥാപാത്രം. അപ്പോൾ ഡബ് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഡബ് ചെയ്യുമോ അതോ എങ്ങനെയാണ്? ഞാൻ തന്നെ ഡബ് ചെയ്തത്. ആണോ? അതെ. അതൊക്കെ ഇഷ്ടമാണ്? അതെ, ഒരുപാട് ഇഷ്ടമാണ്. കുഞ്ചാക്കോ ബോബനോടൊപ്പം അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് കുറച്ച് രസകരമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ചാക്കോച്ചൻ എന്നൊരു ആളെ ഞാൻ മറ്റേ ചെറുപ്പം മുതൽ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് ലൈവ് അങ്ങയുടെ കൂടെ അഭിനയിക്കുക, അങ്ങയുടെ കൂടെ ഇത്ര വലിയ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ചെയ്യുക, ഇത്ര വലിയ സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറെ കാലം സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് കത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്തേക്കുന്നത്. ബട്ട് ദെൻ ചാക്കോച്ചൻ്റെ പോലെ ലൈക്ക് ഒത്തിരി ഡൗൺ ടു എർത്ത്, ഒത്തിരി അണ്ടർസ്റ്റാൻഡിങ്, ഒത്തിരി കാം ആൻഡ് ക്വയറ്റ് ഉള്ള ഒരു ആക്ടറാണ്. അപ്പോൾ അങ്ങയുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി കുറെ ഉള്ളൊരു ആളാണ്. പക്ഷേ ചാക്കോച്ചൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഓരോരോ സീൻസിനെ ചാക്കോച്ചൻ നമ്മൾ രണ്ടുപേരും നെർവസ് ആയിരുന്നു. ബിക്കോസ് ചാക്കോച്ചനും ഭീമന്റെ പോലൊരു ക്യാരക്ടർ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫോർ മീ ഇത്ര വലിയ കാസ്റ്റിംഗ് കൂടെ ഞാനും സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പതുക്കെ സംസാരിച്ച് എവറി ഡേ ഓരോ പ്രോസസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമ വാസ് വെരി ബ്യൂട്ടിഫുൾ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ചാക്കോച്ചൻ്റെ കൂടെ ചെയ്ത എക്സ്പീരിയൻസ്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കാൻ വളരെ എളുപ്പമാണോ? ഈസിയാണോ? ഡബിങ് ഡിഫിക്കൽട്ട് ആണ്. അതിൻ്റെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ആ ഡിസ്റ്റർബൻസ് കാരണമല്ല, നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഡെലിവറി കൊടുക്കുമല്ലോ, അത് റിക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ ഡബിങ് സ്റ്റുഡിയോ അതൊരു വലിയൊരു ചാലഞ്ചിങ് സംഭവമാണ്. നമുക്ക് വാക്കുകളും ഡയലക്ട്സും പരിപാടിയൊക്കെ മാറ്റാം. പക്ഷെ നമ്മൾ ഓൺ സ്ക്രീൻ നമ്മൾ ലൈവ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെലിവർ ചെയ്യുന്ന ഒരു ഇമോഷൻ അല്ലായിരിക്കും 4-5-6 months കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡബ്ബ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ. അപ്പോൾ നമ്മളിത് റീക്രിയേറ്റ് ചെയ്യാൻ സമയം എടുക്കും. പക്ഷെ പതുക്കെ നൗ ഇറ്റ് ഹാസ് ബിക്കം എൻ്റെ ലൈഫിലത്തെ ഏറ്റവും അടിപൊളിയായ ഡബിങ് ആക്ച്വലി ഹൃദയത്തിൻ്റെ ഡബിങ് ആയിരുന്നു. ചാർജ് ആയിട്ടുണ്ടായിരുന്ന ഡബിങ്. വിനീതേട്ടൻ എൻ്റെ അടുത്ത് ഡബിങ്ങിൻ്റെ സമയത്ത് വിനീതേട്ടൻ എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡബിങ് ആയിരുന്നു ഹൃദയത്തിൻ്റെ. ലൈക്ക് നല്ല ചാർജ് ആയിട്ട് ലൈക്ക് എനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ എങ്ങനെ വേണമെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്ന വിനീതേട്ടൻ ലൈക്ക് ഇനി സംസാരിക്കും നമുക്ക് ഇനി നോക്കാം. അപ്പോൾ അങ്ങനെ വന്ന് അതും അതായിരുന്നു എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡബിങ്. അല്ല, ഈ സംവിധായകരിൽ നിന്ന് ഇതുപോലെ ചലഞ്ചിങ് ആയിട്ടുള്ള അഡ്വൈസും പുതിയ അറിവുകളും ഒക്കെ കിട്ടിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ചലഞ്ചിങ് ആസ് എക്സ്പീരിയൻസ് ഇപ്പോൾ വിനീതേട്ടൻ്റെ ഒരു ഡബിങ് സമയത്ത് ഒരു എക്സ്പീരിയൻസ് നല്ലതല്ലേ? അതുപോലെ ഒരു സംവിധായകരിൽ നിന്ന് പുതിയ അറിവുകൾ കിട്ടിയ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് എല്ലാവരും നല്ല അടിപൊളി ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓരോരോ സിനിമയിൽ ഞാൻ കണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് സിനിമ ഞാൻ നായികയായിട്ട് അഭിനയിച്ചത് ശ്യാമപ്രസാദ് സാറാണ്. ലെജൻഡായ ശ്യാമപ്രസാദ് സാറാണ്. അപ്പോൾ അങ്ങയുടെ കൂടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ലിറ്ററലി ഒരു ആക്ടിങ് സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന പോലെയായിരുന്നു. സാറുടെ സ്ക്രിപ്റ്റ് ലൈക്ക് എൻ്റെ ഓഡിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബിഫോർ ഷൂട്ട് ഒരു 1 week നമുക്ക് റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ബിഫോർ ലഞ്ച് നമ്മൾ സ്ക്രിപ്റ്റ്സ് വായിക്കുക. എല്ലാ ദിവസവും നമ്മൾ സീൻസ് വായിച്ച് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് ലഞ്ച് നമ്മൾ റിഹേഴ്സൽസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ദിവസം എവറി ഡേ യു അണ്ടർസ്റ്റാൻഡ് ദ ക്യാരക്ടർ, എവറി ഡേ യു അണ്ടർസ്റ്റാൻഡ് ദ സിനിമ, ദ സിംപ്ലിസിറ്റി ഓഫ് ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ വന്നത് അടിപൊളി സ്കൂളിംഗ് ആയിരുന്നു. അതങ്ങനെ ഭീമൻ്റെ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും അത് ആദ്യമായിട്ടായിരുന്നു എൻ്റെ ലൈഫിൽ
ലൈക്ക് ഹോൾ കാസ്റ്റ് ആൻഡ് ക്രൂ എവ്രിബഡി ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. ഇല്ലെങ്കിൽ ജനറലി എൻ്റെ അടുത്ത് എൻ്റെ കഥാപാത്രം, എൻ്റെ സ്ക്രിപ്റ്റ്, എൻ്റെ അടുത്ത് ഡയറക്ടർ പറയുന്നു, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭീമൻ്റെ സെറ്റിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ നമ്മളെല്ലാവരും അപ്പോൾ നമ്മളിങ്ങനെ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഈസി ആവും. ഓക്കെ ഫൈൻ, ഈ ക്യാരക്ടർ അപ്പോൾ നമുക്ക് ഓൺ ക്യാമറ എത്തുമ്പോൾ നമുക്ക് ആ ഡിഫിക്കൽട്ടി കാണില്ല. ബിക്കോസ് നമ്മൾ ഓൺ പ്രീ പ്രൊഡക്ഷനിൽ തന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ലൈക്ക് നമുക്ക് ഓൺ സ്റ്റേജ് എങ്ങനെ ഇനിയും കൂടെ ഇംപ്രൂവൈസ് ചെയ്യുക. സോ അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ രേഖാചിത്രത്തിൻ്റെ അകത്ത് എനിക്ക് 2 ക്യാരക്ടേഴ്സ്, ലൈക്ക് 2 ഏജ് ഗ്രൂപ്പ് ഉണ്ട്. ഒരെണ്ണം ഒരു യങ് കന്യാസ്ത്രീയുടെ ഒരു ഒരെണ്ണം, അതിനകത്ത് തന്നെ ഒരു പ്രായമായ ഒരു കന്യാസ്ത്രീയുടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് യങ് ആയതിന്റെ മമ്മൂട്ടിയെ കാണാൻ വരുന്ന അവിടെയൊക്കെ ഉള്ളതല്ലേ? അതായിരുന്നു ഞാൻ മനസ്സിലായി. അപ്പോൾ ആ യങ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ കോൺവെർസേഷൻസും പരിപാടിയും എല്ലാം വാസ് ഡിഫറെൻറ്റ് കമ്പയർഡ് ടു ഏജ് ഓൾഡ് ആയ സമയത്ത്. ലൈക്ക് ഓൾഡ് ഏജ് കാണിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ക്യാരക്ടറിൻ്റെ ഡയലോഗ് ഡെലിവറിയും കോൺവെർസേഷൻസും വലിയ ഡയലോഗ്സ് എനിക്ക് അന്നായിരുന്നു കിട്ടിയത്. കുത്തിയിരുന്നിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നമ്മളിരുന്നിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതേ പറയുക, ലൈക്ക് ലക്കിലി ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് വർ ആക്ച്വലി ഗുഡ് ഡയറക്ടേഴ്സ്. അപ്പം അങ്ങനെ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, കന്യാസ്ത്രീയുടെ വേഷം ചെയ്യാൻ എന്തെങ്കിലും മുൻ പരിചയമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് അല്ലേ നിങ്ങൾക്കുള്ളത്? എങ്ങനെ നിങ്ങൾ ആ ക്യാരക്ടറെ ഉൾക്കൊണ്ടോ എങ്ങനെയാണ്? പക്ഷേ ഞാൻ പോകുന്ന പള്ളിയിൽ കന്യാസ്ത്രീകളില്ല. എൻ്റെ പള്ളിയിൽ കന്യാസ്ത്രീകളില്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന സിനിമ 21ാം നൂറ്റാണ്ടിൽ ഞാനൊരു സീൻ, അതാ ഞാൻ പറഞ്ഞില്ലേ, ഈ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 21ാം നൂറ്റാണ്ടിൽ എൻ്റെ ഒരു സീൻ ഉള്ള ഒരു സിനിമ ഉണ്ട്. അല്ലെങ്കിൽ ഡയലോഗ് എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സീൻ ഉണ്ടായിരുന്നു. സിസ്റ്റർ എലിസബത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. കന്യാസ്ത്രീ വേഷം. അതെ, അത് കന്യാസ്ത്രീ വേഷം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് പക്ഷെ ഒരു കോമിക് ക്യാരക്ടറായിരുന്നു. ഇത് ഇച്ചിരി സീരിയസ് ക്യാരക്ടറായിരുന്നു. ഇത് പക്ഷേ വളരെ ഇത് ഡബ് ചെയ്തതൊക്കെ വളരെ രസമായിരിക്കുമല്ലോ. ഇത് 2 തരത്തിൽ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്തു. അത് ഡബിങ്ങിന്റെ യങ് ആയിട്ടിരുന്ന വേർഷനിന്റെ ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല ബേസ്, ഇത് എവിടെയെങ്കിലും ഉപയോഗിക്കും. അപ്പം എനിക്ക് ആ ബേസ് ഇഷ്ടമായപ്പോഴത്തേക്കും ആക്ച്വലി രേഖാചിത്രത്തിൻ്റെ ഷൂട്ടിൻ്റെ ഡബിങ്ങിൻ്റെ ഈ ഓൾഡ് ഏജ് യങ് ഡബ് ചെയ്യുന്ന സമയത്ത് ഓൾഡ് ഏജ് ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ചെറുതായിട്ട് പനി പിടിപ്പിക്കുമായിരുന്നു എന്നെ തന്നെ. ചെറുതായിട്ട് നനച്ചിട്ട് തലമൊക്കെ നനച്ച് നമ്മൾ കടന്നുറങ്ങുന്ന രാവിലെ ആകുമ്പോഴത്തേക്കും ഹെവി ബേസ് ആവുമല്ലോ. അപ്പോൾ വാട്ട് ഐ യൂസ് ടു ഡു ഇസ് രാവിലെ ബിഫോർ ലഞ്ച് ഞാൻ എൻ്റെ ഓൾഡ് ഏജ് ക്യാരക്ടറിന് ഡബ് ചെയ്യും. ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ യങ് ഏജ് ചെയ്യും. അപ്പോഴേക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആവും, ത്രോട്ട് ഓപ്പൺ ആവും, എന്തെങ്കിലും ക്ലിയർ വോയിസ് ആവും. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് യങ് ഏജിൻ്റെ ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ വീണ്ടും പനി പിടിപ്പിച്ചിട്ട് രാവിലെ ഞാൻ ഓൾഡ് ഏജിൻ്റെ ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ യങ് ഏജിൻ്റെ ചെയ്യും. അല്ല, ആ സിനിമയിൽ മമ്മൂട്ടി യഥാർത്ഥമായിട്ട് മമ്മൂട്ടിയായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടായിരുന്നു? മമ്മൂട്ടിയായിട്ടുണ്ട് ഇല്ല, അത് AI ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങളൊക്കെ മമ്മൂട്ടിയാണല്ലോ കണ്ടത്. അതെ അതെ, അതായിരുന്നു രേഖാചിത്രത്തിന്റെ ബ്രില്യൻസ്. അവർ AI-യിൽ മമ്മൂക്കയുടെ അങ്ങനത്തെ ഒരു AI-യിലായിരുന്നു അത് സെറ്റാക്കിയത്. അതായിരുന്നു ലൈക്ക് വൺ ഓഫ് ദ വെരി ബ്രില്യൻറ്റ് സംഭവം രേഖാചിത്രത്തിന് ഉണ്ടായിരുന്നത്. AI യൂസ് ചെയ്തിട്ട് ലൈക്ക് ജനറലി നമ്മൾ ഈ CG-യിലും AI-ലും ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു നമുക്കൊരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും, ലൈക്ക് ഇതെന്താ കണ്ണു മൂക്കും അങ്ങനെ. പക്ഷെ ലക്കിലി രേഖാചിത്രത്തിൽ അടിപൊളിയായിട്ടായിരുന്നു മമ്മൂക്കയുടെ മറ്റേ അന്നത്തെ കാലത്തെ ആ ലുക്ക് കാണിച്ചത്. അത് ചെയ്തത് വേറെ ഒരാളായിരുന്നു. അതിനുശേഷം മമ്മൂട്ടിയെ നേരിട്ട് കണ്ടോ? യെസ്, റിലീസിൻ്റെ അന്ന് മമ്മൂക്കയുടെ വീട്ടിൽ വിളിച്ചു. രേഖാചിത്രത്തിന്റെ സക്സസ് വന്നപ്പോൾ നമ്മള് ദ ഹോൾ കാസ്റ്റ് ക്രൂ, ഹോളല്ല, ഞാൻ, ഡയറക്ടർ ആസിഫ്, അനശ്വര, സെറീൻ, നമ്മളെല്ലാവരും മമ്മൂക്ക വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മമ്മൂക്കയുടെ വീട്ടിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ച് മമ്മൂക്ക വാസ് വെരി ഹാപ്പി. വി വർ ലൈക്ക് 3 മച്ച് ഹാപ്പി. എന്താ പറഞ്ഞു മമ്മൂട്ടി? എന്ത് പറഞ്ഞു നിങ്ങളുടെ അഭിനയത്തെ കുറിച്ച്? എന്ത് പറഞ്ഞു? ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ നിന്ന് പോയതിൻ്റെ ഒരു 2 to 3 weeks ബാക്ക് ആയിരുന്നു കലംകാവൽ എന്ന സിനിമ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത്. അതെ, കലംകാവലിൽ ഞാൻ മമ്മൂക്കയുടെ ഒരു പാർട്ണറായിട്ട് ഞാൻ അഭിനയിച്ചു. അതിന് ശേഷമായിരുന്നു? അതിന് മുമ്പ്? മുമ്പ്. അതിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? അതെ അതെ, മമ്മൂക്കയും വിനായകനുള്ള പ്രോജക്റ്റ് ഉണ്ടല്ലോ കലംകാവൽ, നാഗർകോവിലിലെ ഷൂട്ട് ചെയ്തത്. അതെ അതെ. അപ്പൊ എൻ്റെ ഷൂട്ട് കൊച്ചിയിൽ തന്നെയായിരുന്നു. അപ്പൊ ലിറ്ററലിയിലേക്ക് ഒരു 2 to 3 weeks പ്രയർ റിലീസിന്റെ ആയിരുന്നു ഞാനത് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത്. ആൻഡ് ദെൻ പോസ്റ്റ് റിലീസ് മമ്മൂക്കയുടെ വീട്ടിലുണ്ടായിരുന്നു, മമ്മൂക്കയുടെ കൂടെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അറിയാവുന്നവരെ പോലെ? അതെ 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 അതെ, കുട്ടിയാ, അതൊരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന. അപ്പൊ കലംകാവലിൽ എന്താണ് റോള്?
കലംകാവലില് മമ്മൂക്കയ്ക്ക് 21 ഐ ഗസ് ആർട്ടിക്കൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ 21 ആക്ട്രസസ് ഇൻ ദാറ്റ് മമ്മൂക്കയുടെ പാർട്ട്നേഴ്സായിട്ട് അതിനകത്ത് ഒരെണ്ണം ഞാനുണ്ട്. ഉണ്ട്. ആ വലിയ റോളാണ്. ഒബ്വിയസ്ലി മമ്മൂക്കയുടെ കൂടെ എത്ര ചെറിയ കോമ്പിനേഷൻ ഉണ്ടല്ലേ. ഞാനും മമ്മൂക്ക മാത്രമേ ഉള്ളൂ. അതെ, വലിയ റോളാണ്. അപ്പോൾ അത് പ്രതീക്ഷിക്കുക. അതെ, അത് ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ലൈക്ക് ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു കം ഔട്ട്. നല്ല അടിപൊളി സംഭവമായിരിക്കും. മമ്മൂക്ക ആസ് എ വില്ലനും വിനായകൻ ആസ് എ ഹീറോ ഉള്ള സബ്ജക്റ്റ് ആണല്ലോ കലംകാവൽ. അപ്പം അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഉള്ള ഒരു സിനിമയിൽ ഞാനും ഭാഗമായതിൻ്റെ ഒരു സന്തോഷവും ഭാഗ്യമാണ് അതല്ലേ. ഉറപ്പായിട്ടും മമ്മൂക്കയുടെ ഇത്ര അടുത്തിരുന്നിട്ട് അഭിനയിക്കാന്ന് വെച്ചാൽ അത് മമ്മൂക്ക മോഹൻലാലിന്റെ പുറകിൽ നിൽക്കുകയും മമ്മൂട്ടിയുടെ ഒപ്പം അഭിനയിക്കുകയും ചെയ്തു. അതെ അതെ. മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചിട്ടില്ല. ഇല്ല, തൽക്കാലം അതിന്റെ ഒരു അങ്ങനത്തെ ഒരു അനുഗ്രഹം വന്നിട്ടില്ല. ടൈം ഇസ് നോട്ട് ഡൺ യെറ്റ്. ലെറ്റ്സ് സീ അത് എവിടെയെങ്കിലും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പുതിയ സിനിമകൾ അങ്ങനെയാണ്. ഇപ്പം മലയാള സിനിമ കുടുംബം എങ്ങനെയുണ്ട്? മലയാള സിനിമ കുടുംബം ഉണ്ടല്ലോ ഒരു മൊത്തത്തിലുള്ള ആ കുടുംബത്തിൽ അടിപൊളിയാണ്. ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട്? ഇല്ല. ഇല്ല, പക്ഷെ മലയാള സിനിമ അടിപൊളിയാണ്. നമ്മൾ എങ്ങനെ പറഞ്ഞാലും ഈ മലയാള സിനിമ ചെയ്യുന്ന സിനിമാസ് പോലെ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം പുറത്തൊരു ഇൻഡസ്ട്രിയിലും ഇല്ല. പുറത്തെ ഇൻഡസ്ട്രീസ് എന്തിനാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ചോദിക്കുന്നത്? അവർക്ക് അവരുടേതായ കണ്ടന്റ്സ് എഴുതാൻ പറ്റാനായിട്ടാണോ? അല്ല, ബട്ട് ദേ ഹാവ് ദ സീൻ. നമ്മുടെ സിനിമ ചെയ്യുന്നൊരു രീതിയും നമ്മുടെ സിനിമ കൺസീവ് ചെയ്യുന്നതും അത് പോർട്രേ ചെയ്യുന്നതും ആസ് എ ഡിഫറെന്റ് ലെവൽ. എന്ന് വെച്ചാൽ ബാക്കി ഇൻഡസ്ട്രീസിലാണ് ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് അല്ലെ. നമ്മുടെ മലയാള സിനിമയിലെ ആകെ പോപ്പുലേഷൻ ഓഫ് ആർ സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് ഇസ് വെരി ലെസ്. അതിൻ്റെ കാട്ടിലും 10 ഇരട്ടി കൂടുതലാണ് പുറത്തെ ആക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ കാട്ടിലും കൂടുതൽ. അപ്പോൾ വാട്ട് ഐ മെന്റ് ഇസ് ലൈക്ക് ദർ ഇസ് എ റീസൺ വൈ ഐ ലൈക്ക് എന്താ പറയുക, ഡീപ് ഡൗൺ എക്സ്ട്രീംലി പ്രൗഡാണ് ഞാൻ ദാറ്റ് ഐ എം പാർട്ട് ഓഫ് മലയാളം സിനിമ. ദാറ്റ് ഐ റെപ്രസെൻറ്റ് ലൈക്ക് ആസ് ആൻ ആക്ടർ ഐ റെപ്രസെൻറ്റ് മലയാളം സിനിമ. ഏതെങ്കിലും അംബിഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹം? എനിക്കൊരു വില്ലത്തി ആവുന്നുണ്ട്. ഉണ്ടല്ലേ? അതെ, എനിക്ക് തോക്കൊക്കെ പിടിച്ചിട്ട് കൊല്ലുന്നതൊക്കെ. അല്ല, ക്രൂരയായ വില്ലത്തി. ക്രൂരല്ല, വില്ലൻ മാസ് ഉണ്ടല്ലോ. അത് അങ്ങനത്തെ ഒരു സംഭവം, ലൈക്ക് ഒരു വുമൻ, ഒരു സ്ത്രീനെ വെച്ചിട്ട് അങ്ങനത്തെ. ഝാൻസി റാണിയെ പോലെ. ഝാൻസി റാണി വരെ പോർട്രയിലായിപ്പോയി. അത് ഝാൻസി റാണി ഇപ്പൊ ഈ ഒരു അണ്ടർവേൾഡ് ഒരു അങ്ങനെ. അതെ, തോക്ക് വേണം. തോക്ക് വേണം. അല്ല, ഇന്നലെ കോൺക്ലേവിൽ അവിടെ ഒരു അഭിപ്രായം വന്നു, ആണുങ്ങളാണ് വില്ലനും ആണുങ്ങളാണ് കൊമേഡിയന്മാരും, സ്ത്രീകളൊന്നും വില്ലത്തികളാകുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് മലയാള സിനിമയിലൊരു നടി പറയുന്നത് എനിക്കൊരു വില്ലത്തിയാകണം. എനിക്ക് എല്ലാം ചെയ്യണം. എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ആസ് ആൻ ആക്ടർ എൻ്റെ ജീവിതം ഇസ് മോർ സിമ്പിൾ. ഞാൻ വേറെ പ്രൊഫഷണൽ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ സിംപ്ലിസിറ്റി ഇല്ലെങ്കിൽ ഈ ബോധം എനിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഒരു ആക്ടറിന് വേറൊരു ക്യാരക്ടർ മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് ആദ്യം ഈ ക്യാരക്ടറിനോട് ഇഷ്ടം ഉണ്ടാവണം. അപ്പം നമുക്ക് ഈ ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവരും ഇഷ്ടമാണ്. യു വിൽ ഹാർഡ്ലി ഹേറ്റ് പീപ്പിൾ ബിക്കോസ് യു കാണ്ട്. ബിക്കോസ് ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറാണ് നമുക്ക് പോർട്രേ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ പോലും നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആസ് എൻ ലൈക്ക് വില്ലൻ ഒരാളും ആഗ്രഹിക്കില്ല എനിക്കൊരു വില്ലൻ ആണെന്ന്. പക്ഷേ ആസ് ആൻ ആക്ടർ എനിക്ക് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ദാറ്റ് ഐ ക്യാൻ പോർട്രേ. അതെ അതെ, ഒബ്വിയസ്ലി ദാഹം മാത്രമല്ല, ലൈക്ക് എനിക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ദാറ്റ് ഐ ക്യാൻ ലിവ് ലൈക്ക് എ വില്ലൻ. ഒരു സിനിമയിലാണെങ്കിൽ സാധ്യതകളൊക്കെ ആ പോസിബിലിറ്റി ഒറ്റൊരു പ്രൊഫഷൻ കൊടുക്കുന്നത് ആക്ടിങ് മാത്രമാണ്. ബാക്കി നമുക്കൊരു ഫീൽഡിലും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ദാറ്റ് യു ക്യാൻ ബി ദ വില്ലൻ. അക്കാര്യത്തിൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഭാഗ്യവാന്മാരാ അല്ലേ? അവർക്കെല്ലാം ഒരുപാട് അല്ലേ പറ, വില്ലൻസ് ആയിട്ടുണ്ട്, ഹീറോസ് ആയിട്ടുണ്ട്, ഭ്രാന്തന്മാരായിട്ടുണ്ട്, എവറിത്തിങ്. ദേ ഹാവ് ബിക്കം എവറിത്തിങ്. അത് അങ്ങനത്തെ ഒരു ജേർണിയാണ് ഞാൻ കൊതിക്കുന്നത്. ലൈക്ക് ഐ വോണ്ട് ടു ഡു ഓൾ ദ ക്യാരക്ടേഴ്സ് പോസിബിൾ. എന്തെങ്കിലും റോൾ മോഡൽസ് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ സിനിമയിലെ ഇപ്പം നായികമാരുണ്ടല്ലോ, പഴയ മുൻകാല നായികമാരുണ്ടല്ലോ, ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും, അങ്ങനെ ആരെങ്കിലും അങ്ങനെ ആരാധനയുണ്ടോ അവരോടൊക്കെ? എനിക്ക് ആക്ടേഴ്സിന്റെ കാട്ടിലും ഞാൻ മോസ്റ്റ്ലി വീണിരിക്കുന്നത് കഥയിലാണ്. അല്ലെങ്കിൽ ഞാനത് സീരിയസ്ലി ഞാൻ ഈ ചോദ്യം നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാരുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഞാനിങ്ങനെ കേൾക്കാറുണ്ട് ലൈക്ക് അവർക്ക് ഇങ്ങനത്തെ റോൾ മോഡൽ ഉണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ ഏത് റോൾ മോഡൽ ആയാലും ഏതൊരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് വർക്കൗട്ട് ആവില്ല. പക്ഷെ കഥ മാറില്ല, സ്റ്റോറീസ് മാറില്ല. അപ്പോൾ ഐ ഫോൾ ഫോർ സ്റ്റോറീസ് ഇതായ ക്യാരക്ടേഴ്സ്. എനിക്ക് കുറേ ആക്ടേഴ്സ് ഇഷ്ടമാണ്, നോ ഡൗട്ട്. നമ്മൾ ആ കരിസ്മ ഓരോരോ ആക്ടേഴ്സ് ചെയ്യുന്ന കുറേ പെർഫോമൻസസ് ഒക്കെ കണ്ടിട്ട്
ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഇങ്ങനെ സൈലന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിനെക്കാട്ടിലും ഓപ്പോസിറ്റ് ആയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആക്ടേഴ്സിനെ കാണുമ്പോൾ ഞാൻ കണ്ണുകളിൽ നിന്നിട്ടുണ്ട്. ബട്ട് ദെൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മോർ ദാൻ ദ ക്യാരക്ടർ ഇറ്റ്സ് ദ സ്റ്റോറി ദാറ്റ് എനിക്ക് ഇതുവരെ ഐ ഗെസ് ഞാൻ ഒരെണ്ണം പോലും എൻ്റെ ക്യാരക്ടർ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന റോൾ സ്റ്റോറിയിൽ ലൈക്ക് ലീഡാണോ അല്ലയോ ക്യാരക്ടറാണോ അല്ലയോ എന്ന് വെച്ചിട്ടല്ല ഞാൻ ഇതുവരെ ചൂസ് ചെയ്തത്. ഇല്ല, അത് അങ്ങനെയല്ലായിരുന്നു. ബിക്കോസ് എനിക്ക് സ്റ്റോറി നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ബിക്കോസ് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ കിനരിയുടെ ഞാൻ കഥ പറയുകയാണെങ്കിൽ കിനരിയുടെ ഫുൾ സീക്വൻസ് എൻ്റെ അഷ്റഫിക്ക ഇതിൻ്റെ കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ കാസ്റ്റ് ആരാ, പ്രൊഡ്യൂസർ ആരാ, നോ ഐഡിയ. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഐഡിയ എനിക്ക് ആകെ അറിയാവുന്ന ഡയറക്ടർ അഷ്റഫ് ഹംസയാണ്. അഷ്റഫ് ഹംസയുടെ പ്രീവിയസ് പ്രോജക്റ്റ് തമാശ ആയിരുന്നു. എനിക്ക് അത്ര ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അഷ്റഫിക്ക ലൈക്ക് മിക നിനക്ക് സ്ക്രിപ്റ്റ് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ലൈക്ക് യെസ്. ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ആ സ്ക്രിപ്റ്റിൻ്റെ ലാസ്റ്റിൽ അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ആണെങ്കിൽ സിനിമയിലില്ല, പക്ഷെ ആ ഡയലോഗ് വാസ് എൻ അടിപൊളി ഡയലോഗ്. കെനരി അതിൻ്റെ അകത്ത് മറ്റേ ഭീമന്റെ അടുത്ത് ഇങ്ങനെ പ്രപ്പോസൽ ലൈക്ക് വെൻ ദേ കിസ് ഈച്ച് അതർ, ആ സമയത്ത് അത് അവർ സെപ്പറേറ്റ് വേസിലായി പോകും. അത് കഴിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പിരിഞ്ഞു പോകാന്നായിരുന്നു. പക്ഷേ ഈ പിരിഞ്ഞു പോകുന്നതിൻ്റെ ജസ്റ്റ് മുന്നേ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു വേർ ഷീ ലുക്സ് ഭീമൻ കിനരിയുടെ അടുത്ത് ഒരു പ്രാവശ്യം നമുക്കൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ദേ മീറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ മീറ്റ് ആൻഡ് ദെൻ ആ സമയത്ത് ഭീമൻ കിനരിയുടെ അടുത്ത് പറയുന്നുണ്ട് നമുക്കൊരു പ്രാവശ്യം കൂടെ ഇത് ട്രൈ ചെയ്താലോ എന്ന്. അപ്പോൾ കിനരി പറയുന്ന ഡയലോഗിസിലേക്ക് അത് പറ്റില്ല, ബിക്കോസ് ഞാൻ നിൻ്റെ കണ്ണിൽ എവിടെയോ കണ്ടുപോയി, ഞാൻ നിൻ്റെ അടുത്ത് സ്നേഹം പറഞ്ഞപ്പോൾ നിനക്കത് ഉണ്ടായിരുന്നില്ല എന്ന്. അവിടെ ഞാൻ അത് കണ്ടുപോയി. അപ്പോൾ ബിക്കോസ് what I meant is like കിനരി എന്നൊരു ക്യാരക്ടർ ഹാഡ് സോ മച്ച് ഓഫ് സ്ട്രെങ്ത് ടു സേ നോ. അതാണ് നമ്മളെ കഥാപാത്രത്തിലേക്ക് പിടിച്ചെടുത്തത്. അതെ അതെ, ആ ഡയലോഗ്. ഇപ്പം ഞാനിപ്പം ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ ഓരോരോ കഥ കേൾക്കുമ്പോൾ നമുക്കൊരു ഞാൻ മോസ്റ്റ്ലി വേർഡ്സ് ആയിരിക്കും ഇടുക. അപ്പോൾ അതിനകത്ത് എനിക്ക് കിനരിക്ക് പറ്റിയ സംഭവം എന്ന് വെച്ചാൽ പവർ ടു സേ നോ. എനിക്ക് പേഴ്സണൽ ജീവിതത്തിൽ ആ സംഭവം ഇല്ല. പേഴ്സണൽ ജീവിതത്തിൽ ഇപ്പം ലൈക്ക് വെൻ പീപ്പിൾ ആർ ബീങ് റൂഡ് ടു മീ ഐ ലെറ്റ് ദം ബി റൂഡ്. എന്നിട്ട് അതിനകത്ത് വരുന്ന പ്രശ്നങ്ങളെല്ലാം ലൈക്ക് ഐ ടേക്ക് ദാറ്റ്. പക്ഷെ കിനരി വാസ് എ വെരി ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. നല്ല അടിപൊളി സ്ട്രെങ്ത് ഉള്ള ഒരു സ്ട്രോങ് ഐഡന്റിറ്റി ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് കിട്ടിയത്. ടു ബി വെരി ഓണസ്റ്റ്, കിനരി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് നമ്മുടെ ലൈഫിൽ നമുക്കിപ്പം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് അങ്ങനെ നമ്മളിങ്ങനെ വിചാരിക്കും ഓക്കെ കണ്ടിടിക്കുകയാണ്, റെയിൽവേ എഞ്ചിനീയർ ആണ്, ഇതൊക്കെ ബേസിക് ഇൻഫർമേഷൻ ആണ്. പക്ഷേ ഈ ഇമോഷണൽ കോൺഫ്ലിക്ട്സ് നടക്കുന്നത് ഒരു ക്യാരക്ടറിൻ്റെ അകത്ത് നമ്മളത് പോർട്രേ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സംഭവം വർക്കാവും. അപ്പൊ അതാണ് ദാറ്റ് ഇസ് വൈ എനിക്ക് ഞാൻ അതാ പറഞ്ഞത്, ലൈക്ക് ഈ പ്രൊഫഷൻ അല്ലാണ്ട് വേറൊരു സംഭവത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് എത്ര ഈസി ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ലൈക്ക് ഇങ്ങനത്തെ ഒരു ഭംഗി ഇതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ഈ സീക്വൻസ് ഈ ഡയലോഗ് കേട്ടപ്പോഴായിരുന്നു ലൈക്ക് ഞാനത് ചെയ്യുന്നത്. അതിൻ്റെ അഷ്റഫ് ലൈക്ക് നിനക്ക് അറിയണോ ദാറ്റ് ഹൂ ഇസ് ഭീമൻ? ലൈക്ക് ആരാ ഭീമൻ? ഈസ് ലൈക്ക് കുഞ്ചാക്കോ. വോട്ട് ഞാൻ ചാക്കോച്ചൻ്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത്. അതിൻ്റെ ഈസ് ലൈക്ക് പ്രൊഡ്യൂസർ വോണ്ട്സ് ടു മീറ്റ് യു. ലൈക്ക് ഓക്കെ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് റീഡിങ് ലൈക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ ഇരിക്കുക. അപ്പോൾ ഒരു 2-3 minutes ലേറ്റർ ഇറ്റ്സ് ലൈക്ക് ദ പ്രൊഡ്യൂസർ വാണ്ട്സ് ടു കം ആൻഡ് മീറ്റ് യു. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഡോർ ഓപ്പൺ ആക്കുമ്പോൾ ചെമ്പൻ വിനോദ് ജോസഫ്. ഞാൻ ചെമ്പടിനോട് ഇങ്ങനെയാണ് എൻ്റെ പ്രൊഡ്യൂസർ ഞാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു ഭീമൻ എൻ്റെ ജീവിതത്തിൽ വന്നത്. ബിക്കോസ് അതെ ഞാൻ പറഞ്ഞ കഥ ഒരു ഞായറാഴ്ച വാസ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റോറി. സുജ പറഞ്ഞ ഞാൻ കഥാപാത്രത്തിൽ ഞാൻ ചെയ്തത് സുജയുടെ ക്യാരക്ടറും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. പുറത്ത് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാരിക്ക്. പക്ഷെ നമ്മുടെ ലൈഫിൽ കുറെ ടൈം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില സമയത്ത് ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. വേർബലി പറ്റുന്നില്ല, പക്ഷെ നമുക്ക് ഉള്ളിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അത് സുജയായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഷാംസയുടെ ഒരു ഞായറാഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് സീക്വൻസ് ആണ് സുജയും അജിത്തും അവരിലേക്ക് എൻ്റെ ക്യാരക്ടറിൻ്റെ പാർട്ടിങ് ബേസ്. അപ്പോൾ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് വിവേകാനന്ദ പാറ അതിൻ്റെ അവിടെ ഒരു ആ ലൊക്കേഷനിലായിരുന്നു. അതെ, ബീച്ചിൻ്റെ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടേക്ക് കഴിഞ്ഞിട്ട് അതിനകത്തൊരു ഡയലോഗ് ഉണ്ട് ദറ്റ് ലൈക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നൊരു സംബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡയലോഗ് കഴിഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സർ കട്ട് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു ഞാൻ. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ട് ദാറ്റ് ഇസ് ആ ലാസ്റ്റ് ഷോട്ട്, ലാസ്റ്റ് ടേക്ക്, എവറിത്തിങ് ഇസ് ലാസ്റ്റ്. ഷോട്ട് വാസ് ഓൾസോ പെർഫെക്റ്റ് ഷോട്ട്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന്. അപ്പോൾ ഷാംസ് വന്നിട്ട് എൻ്റെ തലയിൽ മിക കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ സോറി എനിക്ക് ഒത്തിരി വിഷമമാവുന്നുണ്ട് സുജയുടെ അവസ്ഥ ആലോചിച്ചിട്ട്, ഞാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഇത്തിരി വിഷമമായിപ്പോയി. അപ്പോൾ സർ ഇസ് ലൈക്ക് കൺഗ്രാറ്റുലേഷൻസ് മിക, യു ആർ ആൻ ആക്ടർ ടുഡേ.
അപ്പോഴെനിക്ക് മനസ്സിലായ ഓ സോ ദിസ് ഇസ് ഹൗ പരകായ പ്രവേശം അകത്ത് കയറി. ഈ പ്രോസസ്സ് നടക്കുന്നത്. ലൈക്ക് അത് പറഞ്ഞില്ലേ, ഓരോരോ ഡയറക്ടേഴ്സിന്റെ കൂടെ നമ്മൾ ബോൺ ആക്ടർമാർക്കാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ബോൺ ആക്ടർ ഞാൻ പോണപ്പോ ആക്ടർ ആവുന്ന എനിക്കറിയാൻ പാടില്ല. അതെ ഞാൻ പറഞ്ഞ ലൈക്ക് അങ്ങനെ ഓരോ ഡയറക്ടേഴ്സിന്റെ കൂടെ നമ്മൾ ഓരോ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ വലിയൊരു സംഭവമാണ് വേറൊരു ക്യാരക്ടറിന്റെ ഡയലോഗ്. ലൈക്ക് ഇപ്പം നിങ്ങളുടെ ഡയലോഗ് നിങ്ങളുടെ ഒരു കോർ ഡയലോഗ് ഞാൻ പറയുകയാണെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഓപ്പൺ ആക്കും. അങ്ങനത്തെ ഒരു ഐ തിങ്ക് ഒരു അനുഗ്രഹം ഉണ്ട് നമ്മൾ ഈ ആക്ടേഴ്സിന് വേണ്ടി ഡു സർട്ടൻ ക്യാരക്ടേഴ്സ്. അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു അല്ലേ ഒരു സംഭവം. അഭിനയം അല്ലാതെ ഇപ്പം നിങ്ങളുടെ സിനിമകളൊക്കെ കണ്ടിട്ട് എന്താ പറയുന്നത്? നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക, അങ്ങനെ എന്തൊക്കെ? അവർക്ക് ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. എൻ്റെ പപ്പ മമ്മി ദി ആർ ബ്യൂട്ടിഫുൾ പേരൻസ് ആൻഡ് അവർ എനിക്ക് തന്ന സപ്പോർട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഗെറ്റ് ഫ്രം എനിവെയർ എൽസ്. അതിൻ്റെ ബിയോണ്ട് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അച്ഛനും അമ്മയും വെൻ ദേ ആർ ദെയർ ഫോർ മീ, അതിൻ്റെ അപ്പുറത്ത് ഞാൻ എന്തും ചിന്തിക്കണം. സന്തോഷം അല്ലേ? 110%. കേരളത്തിൽ സ്ഥിരതാമസമായപ്പോൾ ഞാൻ മാത്രം ആണോ? അതെ, സിനിമ ചെയ്യാൻ. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സിനിമകൾ ഓഡീഷൻസ് കൊടുക്കുന്നുണ്ട്. ഓഡീഷൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. തമിഴിൽ ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്യുകയും ചെയ്തു. അതിപ്പോൾ റിലീസ് ആവാറായിട്ടില്ല, പോസ്റ്റ് പ്രൊഡക്ഷനിൽ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. ഏത് സിനിമയാണത്? തമിഴ് നല്ല നേരം ആണ് അതിൻ്റെ ടൈറ്റിൽ. യോഗി ബാബു സാറുടെ പാർട്ട്ണറായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? തമിഴ് ഡബ് ചെയ്തൊക്കെ എങ്ങനെയാ? ആരാ? ഞാനല്ല. അല്ല, ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ പറഞ്ഞു ഇപ്പം വേണ്ട, നമുക്ക് പിന്നീട് ചെയ്യാം. അല്ല ഇപ്പം അത് ആ ഫ്ലൂവൻസി എന്ന ഡയലോഗ് എനിക്ക് തൽക്കാലം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അവർ വേറൊരു ആളെ വെച്ചിട്ടാണ് ഇപ്പോൾ തൽക്കാലം എൻ്റെ ഡബ് ചെയ്യിപ്പിച്ചേക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഡയലോഗ് പറയുകയാണെങ്കിൽ പോലും പെർഫോം ചെയ്യുന്ന സമയത്ത് അത് പഠിച്ച് പറയണമല്ലോ. അപ്പൊ അവർ ആ സമയത്ത് ഇവരിലേക്ക് ഡബിങ് ആർട്ടിസ്റ്റാ പറഞ്ഞ ഡയലോഗ് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നീ നന്നായിട്ട് ലിപ്സിംഗ് കൊടുത്തിട്ടുണ്ടാവും. സോ ഇറ്റ്സ് ഈസി ഫോർ ദം ടു ക്യാച്ച് ആൻഡ് ഡു ദാറ്റ്. ഐ വാസ് ലൈക്ക് ഓക്കേ, സംതിങ് വർക്ക്ഔട്ട് ആയി. സംഭവം വർക്ക്ഔട്ട് ആയി. വേറെ ഇനിയിപ്പോ എന്താ പറയാനുള്ള? ഹൗ ആർ യു? മലയാള സിനിമ പിടിച്ചടക്കുമോ? എനിക്ക് ക്യാരക്ടേഴ്സിൽ എനിക്ക് നല്ല നല്ല സിനിമയിൽ ചെയ്യണം, നല്ല നല്ല ആക്ടേഴ്സിന്റെ കൂടെ പ്രൊഡക്ഷൻസിന്റെ കൂടെ ചെയ്യണമെന്നുണ്ട്. മോഹൻലാലിനെ ഒക്കെ അടുത്ത് കണ്ട് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ആഗ്രഹമുണ്ടോ? വൈ നോട്ട്? ഒരു മലയാളിയെ ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ലെങ്കിൽ അല്ലേ, ഒരു ആക്ടറായ സ്ഥിതിക്ക് ഒബ്വിയസ്ലി ഐ ഹാവ് ടു ബി വിത്ത് ഹിം. പക്ഷെ എനിക്ക് തൽക്കാലം അതിൻ്റെ ഒരു ഇനിയിപ്പോൾ അതിനുള്ള ഒരു സമയം വരും അല്ലേ? ഒബ്വിയസ്ലി വന്നിരിക്കും. ആന്ന് പറ. അതെ 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 ഇരിക്കും. അതെ തന്നെ അതെ. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കട്ടെ. അതെ, താങ്ക് യു.